പുറത്തേക്ക് പോയിട്ട് റൂമിൽ വന്നപ്പോൾ വീണ്ടും മൂട്ടാ ഇവരെ വിളിച്ചിട്ട് ആട്ടിനെ ഞാൻ വിളിച്ചിട്ട് അവന് വീണ്ടും മരുന്നടിക്കുന്നതിൽ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ കിടക്കാൻ പറ്റും. അയ്യോ ഒന്നും പറയണ്ട, രാവിലെ തന്നെ കട്ട പോസ്റ്റ് കിട്ടിയത്. ആ പൻവേലിൽ നിന്ന് ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ മുംബൈ നോക്കി വന്നതാ. അങ്ങനെ നവി മുംബൈയൊക്കെ എത്തണേക്കാൾ മുന്നേ മറ്റേ എലിഫൻറ്റ് കേവിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് ലൊക്കേഷൻ ഇട്ടാ. അപ്പോൾ ആദ്യം കാണിച്ചപ്പോൾ എന്ന് പറഞ്ഞത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ അത് തന്നെയാണ് പോകാമെന്ന് കാണിച്ചത്. അങ്ങനെ ആ നവി മുംബൈക്ക് തിരിയണം എൻ്റെ റൈറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ചേട്ടനോട് വഴി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതിനെ പോയാൽ മതി, ഇത് എളുപ്പം എന്ന് പറഞ്ഞു. ഒരു 16 കിലോമീറ്റർ പോയാൽ മതി, ഇത് എളുപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടേക്ക് വന്നിട്ട് നോക്കുമ്പോൾ വന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യസ് നമ്പർ 1 കണ്ടെയ്നർ പോർട്ടിൻ്റെ അവിടേക്ക് വന്ന് പെട്ടത്. കണ്ട സ്ഥലം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 5-8 കിലോമീറ്റർ പോയി നോക്കുമ്പോൾ അവിടുന്ന് മിലിറ്ററിക്കാരൊക്കെ വന്നിട്ട് പിടിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കയറണവരെല്ലാവരും പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബോട്ടുണ്ട്, ബോട്ട് അവിടെ നിന്ന് തൊട്ടടുത്താണ്, അത് എളുപ്പമുണ്ട്. അവിടെ നിന്ന് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടേക്ക് പോകാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അവിടെ പോയിട്ട് ആകെ വിട്ടുവന്നായി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ വൺ സൈഡ് ഒരു 20 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു, ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും 20 കിലോമീറ്റർ തിരിച്ച് പോകണം. ആകെ പെട്ട അവസ്ഥയായി. അവിടെ പോയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടും ഇല്ല. അവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ID കാർഡും പ്രൂഫൊക്കെ വാങ്ങിച്ചു വെച്ചു. വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയിപ്പിച്ചു. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. എനിക്കറിയില്ലല്ലോ, എന്നോട് ചോദിച്ചവരൊക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ ഞാൻ കയറിപ്പോയത്. നല്ല അവസ്ഥയായി. ഇനി വീണ്ടും തിരിച്ച് പോകണം. ഇനിയിപ്പോൾ ഇവിടുന്ന് മുംബൈക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 കിലോമീറ്റർ ഉണ്ട്. എന്ത് പണി എന്ന് പറയാല്ലേ, രാവിലെ തന്നെ കിട്ടി പണി. അങ്ങനെ മുംബൈയിലെത്തി. മുംബൈയിൽ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കുന്നത് എളുപ്പമുള്ള കേസല്ലാന്ന്. പെട്രോൾ പമ്പിൽ വണ്ടികൾക്ക് തന്നെ കയറി നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്ക്. എന്ത് തിരക്കെന്ന് പറയും മുംബൈ, ഞാൻ വിചാരിച്ച പോലെ. പക്ഷേ മുംബൈ ഭയങ്കര കളർഫുള്ളാണ്. പക്ഷേ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മനുഷ്യൻ്റെ ഊപ്പാടിളകും. എന്ത് തിരക്കെന്ന് പറയുക. ടാക്സികളൊക്കെ കാണുമ്പോൾ അത് രസമാണ്, സൈഡിലുള്ള ബിൽഡിങ്ങുകളും എല്ലാ കാര്യങ്ങളും ഭയങ്കര രസമാണ്. പക്ഷേ ബ്ലോക്ക് ഉണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല. ഒരുമാതിരി വൃത്തിയുടെ ബ്ലോക്ക് എന്ന് പറയില്ലേ, മാർക്ക് അവിടെ നിന്ന്. അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ നേരെ ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടേക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ചോദിച്ചിട്ട് പോണേ. കയറാൻ പറ്റുകയെന്ന് വെച്ചാൽ സുഖമായില്ലോ. അങ്ങനെ സൈക്കിൾ തന്നെ എടുത്ത് പോകാൻ കഴിഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല, തിക്കും തിരക്കും. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, ഒരു രക്ഷയില്ല. ശനി ഞായറും ഭയങ്കര സീന പറഞ്ഞു അവിടെ. എന്താ ഒന്ന് കണ്ടറിയേണ്ടി വരും. ഇതിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സൈക്കിൾ വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ റൂം എടുത്തിട്ട് പോയിട്ട് രണ്ടാമത് വരേണ്ടി ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്ക് റൂം കിട്ടാനാ. ആകെ പെട്ട അവസ്ഥയായി പോകും. എവിടേക്ക് ഇയാൾ ബാഗിൽ കയറണേ കണ്ടാ, ഇതാണ് പ്രശ്നം. എങ്ങനെ പോയാലും പണിയാണ്. മര്യാദയ്ക്ക് പോയാലും പോയില്ലെങ്കിലും ഒക്കെ തീരാ. അങ്ങനെ കാര്യങ്ങൾ. ഇന്ന് എന്ത് പണിക്കാണോ ഇനി വരാൻ കിടക്കണേ. രാവിലത്തോട് കൂടിയിട്ട് വെച്ചിട്ട് ഉപ്പാടിളകി. കഷ്ടപ്പെട്ടിട്ട് എത്ര ദൂരം നടന്നറിയൂ. പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞാൻ കിടന്ന് നടന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നേരെ വര ഓടുക. 20 കിലോമീറ്റർ എന്നൊരു വിലയില്ല. അങ്ങോട്ട് 20 കിലോമീറ്റർ, ഇങ്ങോട്ട് 20 കിലോമീറ്റർ. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ വെക്കാൻ പറ്റുകയാണാവോ. ഇതേ കിട്ടി അടുത്ത പണി. ഇവിടെ സൈക്കിൾ വയ്ക്കാൻ പറ്റില്ല എന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അയ്യോ ഓരോ പണി. നമുക്ക് റൂം നോക്കാനുള്ള പരിപാടി നോക്കാം, അതാവും നല്ലത്. അങ്ങനെ മുംബൈ എത്തിയിട്ടൊന്നും പറയണ്ട. മുംബൈ കാലത്ത് തൊട്ടിട്ട് കട്ട പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഏറ്റവും പെട്രോൾ പമ്പിലൊന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായി. ഒന്നാമത് വീക്കെൻഡ് ആണല്ലോ. ഗംഭീര പണി എന്ന് പറഞ്ഞാൽ ഗംഭീര പണിയാണ്. അങ്ങനെ ഒരു 6-7 മണി വരെ പെട്രോൾ പമ്പ് തിരഞ്ഞു നടന്നു. എന്നിട്ട് രക്ഷയില്ല. അങ്ങനെ നേരെ റൂം എടുത്തു. റൂം കണ്ടോക്കിയേ 500 രൂപ റൂമാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു കേരളത്തിലത്തെ ഒരാളുടെ റൂമാണ്. ഞാൻ എടുത്തു. വന്നിട്ട് ഇവിടെ കുറച്ച് നേരം കിടന്നപ്പോൾ തൊട്ടിട്ട് നിറച്ച് മൂട്ട, ഒരു രക്ഷയില്ലാത്ത മൂട്ട. അങ്ങനെ നേരെ ആളെ വിളിച്ചിട്ട് ബെഡും കട്ടിലൊക്കെ കുടഞ്ഞിടിപ്പിച്ചിട്ട് മൊത്തം റെഡിയാക്കി. ഇനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ബാക്കി മൂട്ട ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ രാത്രിയത്തെ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. സൈക്കിൾ എടുക്കണില്ല, സൈക്കിൾ കോണിപ്പടി കയറ്റിയിട്ട് കൊണ്ടത്. അപ്പോൾ തൽക്കാലം നേരെ കോണിപ്പടി ഇറങ്ങുന്നു. പുറത്തൊക്കെ നല്ല തിരക്ക് കടന്നു നേരത്തെ. ഇനിയിപ്പോൾ ഇത്ര 1 മണിക്കൂറായില്ലേ, നോക്കിയൊക്കെ എന്താ അവസ്ഥ എന്ന്. പോയിട്ട് വരാം. പുറത്തേക്ക് പോയിട്ട് റൂമിൽ വന്നപ്പോൾ വീണ്ടും മൂട്ടാ ഇവരെ വിളിച്ചിട്ട് ആട്ടിനെ ഞാൻ വിളിച്ചിട്ട് അവന് വീണ്ടും മരുന്നടിക്കുന്നതിൽ. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ കിടക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒരുമായ വൃത്തിയായിട്ടം വേണം. ഹോട്ടൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇവിടെ ഉള്ളതാണ്, ചോറ് ബസാറിൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തണം മലയാളിയുടെ. എൻ്റെ അവസ്ഥ നോക്കി ഫുൾ മൂട്ടര 5 കളിയാണ്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് നോക്കാം ബാക്കി. റൂമിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയി വരുമ്പോഴേക്കെങ്കിലും ആ മണം മാറി ഒന്ന് കിടക്കാൻ പറ്റിയാൽ മതി രാത്രി. ഇപ്പോൾ അവിടെ പോയി നടന്നു വരുമ്പോഴേക്കും 10 മണി 11 മണിയാവും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് കണ്ടറിയേണ്ടി വരും. ശേഷം ഒരു വൃത്തിയായിട്ട ദിവസം അതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇട്ടിട്ട് പുസ്തകം ഉണ്ടാകണം.
ബ്ലോക്ക് അവിടെ രക്ഷയില്ലാത്ത ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ ബ്ലോക്കിനുള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൂടുതൽ തുറന്നിട്ട് എന്ത് ബ്ലോക്ക് എന്ന് പറയാല്ലേ ഈത്തപ്പഴം കാഞ്ചുള്ളതുണ്ട് ഈത്തപ്പഴമുണ്ട് ഉള്ളി ഈത്തപ്പഴം കാഞ്ചുള്ളതുണ്ട് അവിടെ ഇവിടെ പുറത്തേക്ക് കിടക്കാം ഇതൊരു മാർക്കറ്റാണ് എന്ത് മാർക്കറ്റാണെന്ന് എനിക്കറിയില്ല പുസ്തകം ഉണ്ടാകണോ हाय बोलो आपके चैनल का नाम क्या है? हैं चैनल का नाम രജിത്ത് വട്ടംപറമ്പിൽ സബ്സ്ക്രൈബ് करो ഓക്കെ कहीं ना कहीं तो होगा है ना भाई एक दे गाने का ऐसा ही नहीं അറിയില്ല इसका नाम क्या है मलाई पाव ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക ചപ്പാത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ട ഉണ്ട് പാവങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക കാര്യങ്ങളാണ് എല്ലാ ഹോട്ടലിലും ഉണ്ട് അങ്ങനെ പാവപ്പെട്ട ആൾക്കാർ വന്നിരിക്കുക അപ്പോൾ അവർക്ക് കണ്ട ആൾ കയ്യിൽ ഭക്ഷണം എടുത്ത ചിലവുണ്ടില്ലേ അതിൽ നിർത്തിട്ട് എല്ലാവർക്കും വിരിച്ചു കൊടുക്കുക നല്ല പരിപാടിയായിട്ടൊക്കെ ഇതിപ്പോൾ ഞാൻ നിൽക്കണ റൂം എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ് അതിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് ചോറ് ബസാർ എന്ന് പറഞ്ഞത് ചോറ് ബസാർ ബന്ധായിണ്ടാവുമെന്ന് പറഞ്ഞേ വെറുതെ ഒന്ന് കയറി നോക്കി നോക്കാം ഇവർ എന്തെങ്കിലും ചെയ്യാണോ എനിക്ക് അറിയില്ല വെറുതെ ഒന്ന് പോയി നോക്കി നോക്കാം ചോറ് ബസാർ ഈ വഴിയല്ല ഇതിൻ്റെ അപ്പുറത്തെ വഴിയാണെന്ന് പറഞ്ഞേ അങ്ങോട്ട് പോയേക്കാം ആളോട് ഒരാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ അങ്ങനെയാന്ന് എന്താ അവസ്ഥ എന്നറിയില്ല എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ പോക്കറ്റിൽ ഇട്ടിട്ട് പൊക്കാന്ന് പറഞ്ഞേ അപ്പോൾ പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നറിയാലോ ആണ് ചോറ് ബസാർ എന്ന് പറഞ്ഞത് ഈ बंद हो गया कितना बजे की ओपनिंग है ये 10 के बाद मॉर्निंग के बाद मॉर्निंग ये कैमरा का डिस्प्ले मिलेगा यहाँ इधर मिलेगा इधर मिल जाएगा ट्राई मारना नहीं तो मनीष हाँ मार्केट मनीष मार्केट किधर है मनीष मार्केट वीटी स्टेशन से पाई है वो इधर से कितना दूर है इधर से 20 मिनट का रास्ता है 20 मिनट का 10 किलोमीटर है 10 किलोमीटर नहीं है पैदल 20 मिनट का हाँ बस में जाएंगे तो 5 से 7 हाँ टैक्सी में जाएंगे तो मेरे पास साइकिल है मैं ऑल इंडिया साइकिलिंग है ऑल इंडिया हाँ साइकिल साइकिलिंग है हाँ मेरा कैमरा 5 मिनट
5 crore. हाँ, या Manish Market. मनीष मार्केट या तो फिर ग्रैंड रोड. हैं? ग्रैंड रोड. Grand Road. ओके हाँ. ग्रैंड रोड में कैमरा डिस्प्ले ओके. ये ज़्यादा प्राइस है उधर? वेजिटेबल. हाँ ओके. यहाँ मुश्किल है. हाँ इधर पूरा बंद हो गया? हाँ पूरा बंद हो गया. यहाँ एंटीक बाजार. हाँ ये ये लाइन पूरा चोर बाजार है. हाँ चोर. मॉर्निंग कितने बजे के? 9 बजे के? 10 बजे. 10 बजे के. कैमरा डिस्प्ले कैमरा लेना है तो ग्रैंड रोड या तो मनीष मार्केट. ग्रैंड रोड. ग्रैंड रोड इधर से कितना दूर है? पैदल 5 मिनट. पैदल 5 और मिनट. साइकिल 3 साइकिल ऊपर है, रूम के ऊपर है. तो अभी बंद क्लोज. मॉर्निंग. हाँ मॉर्निंग है. ओके. मॉर्निंग हाँ 9:30 10 ഓക്കെ. 10 PM. ആ ഓക്കെ ബൈ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടച്ചു എന്ന്. ഇനി ഇത് നാളെ കാലത്ത് 9:30 എന്ന് പറഞ്ഞാൽ തുറക്കാൻ. എന്നിട്ടൊരു 5 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞത്. ചില ആൾക്കാർ പറഞ്ഞ 4 മണിക്ക് തുറന്നിട്ട് 9 മണി വരെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് അറിയില്ല. സംഭവം ഇത് നമ്മുടെ തൊട്ടടുത്തായ കാരണം നമുക്ക് പോയി നോക്കാം നാളെ. वो बनाएंगे वीडियो बना ले. ये कितना चिकन है? में तो आधा गया. हैं? आधा हो गया. अर्धा 500 किलो. हाँ टोटल कितने किलो? किलो कितना? आता है 150 किलो. 150 किलो. हाँ നല്ല തൊണ്ട് കുറേ നാളെ കഴിച്ചിട്ടു. ഇതെന്നാ പറയാ, പുറത്ത് പോയി വന്നിട്ട് നോക്കുമ്പോൾ മൂട്ട പോയിട്ടില്ല വീണ്ടും. അങ്ങനെ അവിടെ കലാപ്പുണ്ടാക്കിയപ്പോൾ അയാൾ വേറെ റൂം വന്ന് 4 ആൾക്ക് കിടക്കാനുള്ളത്. ഇവിടെ വന്നപ്പോൾ മൂട്ട കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ മേത്തൊക്കെ മൂട്ടൊക്കെ കടിച്ചിട്ടുള്ള കാരണം ആകെ ചൊറിഞ്ഞോണ്ടിരിക്കുക. മുംബൈയിൽ വന്നിട്ടുള്ള ദിവസം തന്നെ ഫുള്ള് കുളമായി. ഒരു കാലത്ത് തൊട്ടിട്ട് തന്നെ ഫുൾ കുളം. ആരും ഇവിടെ വന്നിട്ട് ഈ ഹോട്ടലിൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞില്ലൊന്നും അതിൻ്റെ അപ്പുറത്തുള്ള റൂം എടുക്കാൻ കരുത്തിട്ടാ. മേലൊക്കെ ഫുള്ള് തടിച്ചു പൊന്തി. അപ്പം ശരി എന്നാ.